ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാണ്. എന്താ പേര്? എൻ്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ട് പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റ് ഡൗൺ. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട 4 പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ ആചാരവെടികൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല. എന്നാലും ഈ പ്രാന്തനെ പിടിച്ചതിനാ ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം. എടാ, ഞാനാണ് ക്ലാസ്സിലെ ഏറ്റവും വലിയ മിടുക്കെന്നുള്ള കാര്യം ചിലപ്പോൾ ടീച്ചർക്ക് പ്രിൻസിപ്പാൾ കൊടുത്ത ക്ലാസ്സിന് മനസ്സിലായിട്ടുണ്ടാവും. വലിയ മിടുക്കൻ. ഇതിനും ഭേദം നമ്മുടെ സ്നേഹ ടീച്ചർ ആയിരുന്നില്ലേ? ടീച്ചർ കുറച്ച് സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നു. വിഷ്ണുന്റെ കാര്യം എന്തായി? എടാ, അത് അവള് ഭയങ്കര ടെൻഷനില്ല. സോ ആലോചിച്ചിട്ട് നാളെ പറയാന്നാ പറഞ്ഞു. നാളെ ഇനി ആലോചിക്കണ്ടേട്ടാ, എങ്ങനെ കണ്ടുപിടിക്കുന്ന എനിക്കറിയാം. ഓ, ഇതിപ്പോ എങ്ങാനും തീരുമോ മോനെ? അമ്മയ്ക്ക് പരസ്പരം ഒന്ന് കാണാനാ. ഇനിയും പരസ്പരം കാണണമെന്നോ? പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത്. ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ. ഇതെന്താ ഗുസ്തിയോ? ഗുസ്തിയല്ല, ബോക്സിംഗ്. ഏത് സിംഗായാലും കൊള്ളാം. ഇതൊക്കെ കണ്ട് പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ. ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ. 10ാം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? താങ്കളോ? ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ. മാത്രല്ല പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ. പിന്നെന്താ? നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവരോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ? എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെ കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കുഴപ്പ. അതാ നല്ലത്. പോ. എന്റെ പാലം തകർന്നെന്നാ തോന്നുന്നു. എന്തുവാടേ ഇന്നലെ ബോക്സിംഗ് തരിപ്പ് അറിയില്ല. അപ്പൊ അർത്ഥ തന്നപ്പടി ഞാൻ കൊടുത്ത് നിന്റെ തന്തപ്പടിക്ക് 2 കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചതാ. അതിപ്പോ നീ കൊടുത്തു. ഞാൻ അതും പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കയറണം കേട്ടോ. ടീച്ചറെ, മഞ്ജുവിടെ തലകറി വിടും. ടീച്ചർ ഒന്നോ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറയാം, എനിക്ക് ക്ലാസ് ഉണ്ട്. ടീച്ചർ എന്താ ഈ പറയുന്നത്? ടീച്ചറെ, നമ്മുടെ മഞ്ജുവിടെ തലകറങ്ങി വീണു. എവിടെ? ടീച്ചർ ഒന്ന് വാ. എന്ത് പറ്റി? എടാ, ഞാനൊരു കാര്യം പറയട്ടെ. വിഷ്ണു പറഞ്ഞൊരു ടീച്ചർ അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലേ? ഇപ്പഴേ ടീച്ചറെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. എടാ, അതല്ല, ആ കൊച്ചു തലകറങ്ങി വീണ പാക രക്ഷിക്കാൻ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. 1976 വയലാർ അവാർഡ് ഏത് കൃതിക്കാണ് ലഭിച്ചത്?
എണീറ്റോ പറഞ്ഞോ വൈശാഖ് അഗ്നിസാക്ഷി എനിക്ക് ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തവർ ക്ലാസ് കഴിയുമ്പോൾ പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗെറ്റ് ഔട്ട്. സോറി 40 വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. എടാ എന്നാലും കുഞ്ഞൻ 1909 ശവമേ പോടാക്ക കൊല്ലം ജില്ലയിലെ കുന്നൂരാണ് ജനിച്ചത്. അതിനിടെ കൊടുങ്കാട്ടിൽ നിന്ന് മൂടുപടത്തിൽ അഗ്നിപുഷ്പങ്ങൾ, സീത മുതൽ സത്യവതി വരെ. ഇതൊക്കെയാണ് രണ്ടാമത്തെ അന്തർജനത്തിലെ മറ്റു വിധികൾ. ടീച്ചർ ഒറ്റ മിനിറ്റ്. അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ? സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നേ. ടീച്ചറെ തല്ലിപ്പള്ളികളെ നേരെയൊക്കെ നോക്കുവാണോ? അതിനിടയിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവം കുട്ടികളാ. പാവം കുട്ടികൾ. ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതൽ എടുക്കുമ്പോ അറിയാൻ പറ്റും. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ. അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. അവന്മാരിൽ 5 പേരിൽ ഒരാളായിരിക്കും. അതെനിക്കറിയാം. സംശയമില്ല. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. പോലീസൊന്നും വേണ്ടോ? ഇതുപോലുള്ളവന്മാരെ ഞാൻ കുറെ കണ്ടതാ. കേരളത്തിലിപ്പോൾ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത. ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത് ആറോണി സാർ. സാറേ ഇന്നും ആരും എൻ്റെ വണ്ടിയിൽ പ്ലഗ് കഴിച്ചെടുത്തിട്ടുണ്ട്. കുറെ പ്രാവശ്യമായി. ഒന്ന് ചോദിച്ചോട്ടെ? സംസാരിച്ചു. എൻ്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത് ആരായാലും സത്യം പറഞ്ഞ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ സാർ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇവന്മാരോട് നേരാൻ വണ്ണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കണോ? അങ്ങോട്ട് വെക്കട കൈ. എന്താണിത്? കൊണ്ടുപോടാ. നിനക്കെന്താടാ ഒരു ഉള്ളി എന്നൊക്കെ ഉറേന്റെ കൈ കൊണ്ടുപോടാ. കൊണ്ടുപോടാ. നോക്ക് നോക്ക്. എന്റെ അടിയിലും കൂടി നോക്ക്. അപ്പുറത്താൻ ചോട്ടാ. ഒരു വെള്ളം അപ്പുറത്തോ. ആ ഇപ്പൊ ചേട്ടാ പേനല്ല ഗ്യാപ്പുള്ളൂ. എങ്ങനെയുണ്ടത്? കിട്ടിയാ? നേരെയൊക്കെ നോക്കട്ടാ. ഇതില് ഇങ്ങോട്ട് കൊണ്ടുപോടാ. ഇവിടെ കൈ അങ്ങോട്ട് മാറ്റി വെക്കാം. ശരിക്കും നോക്കണോ? സാറേ ഇത് കണ്ട? നിന്നോട് മലയാളത്തിലല്ല ഞാൻ ചോദിച്ചേ. ഏതേക്കടാ? ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. സാറേ ഞാനോ അവന്റെ ബാഗിൽ പ്ലഗ് വെച്ചത്. അവനല്ല. അതെങ്ങനെ ശരിയാവണേ? സാറ് മിലിറ്ററൊന്നുമല്ല. പ്ലഗ് വെച്ചത് ഞാനാണ്. അയ്യോ തള്ളല്ലേ സാർ. അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ വഗൂര്യന്മാരോട് സംസ്ഥാന സമ്മേളനം? സാറേ ഇവന്മാരൊക്കെ ചുമ്മാ കള്ളം പറയണതാ. വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, 5 പേരും കൂടെ ചെല്ല്. വാടാ. നടക്കടാ അങ്ങോട്ട് വഗൂര്യന്മാരെ. കണ്ട, നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്കാരം ഇല്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.